ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാത്രി നമുക്ക് വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ഒരുക്കി തന്ന വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ വിശുദ്ധമായ ദിവസത്തിൻ്റെ നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ, കർത്താവേ, നീ ഞങ്ങൾക്ക് നല്ലവനാണ്, നീ ഞങ്ങൾക്ക് മതിയായവനാണ്. ഈ പ്രത്യേക കാലഘട്ടത്തിൻ്റെ നടുവിൽ നമുക്ക് ദൈവത്തോട് പറയാം, എൻ്റെ യേശുവേ, നിന്റെ ബലവും നിന്റെ ശക്തിയും നിന്റെ രക്ഷയും എന്നോട് കൂടി ഇരിക്കണമേ. എനിക്ക് വേണ്ടുന്നതെല്ലാം താൻ തന്നെ വഴി നടത്തുവാൻ ഈ സാഹചര്യത്തിലും ഈ പ്രതികൂലത്തിലും ഈ പ്രശ്നങ്ങളുടെ നടുവിലുമൊക്കെ കർത്താവേ, നീ എനിക്ക് മതിയായവനാ, നീയാണ് എൻ്റെ ആശ്രയം. ഇന്ന് രാത്രി അങ്ങനെയാണ് നമുക്ക് ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവസനിലേക്ക് നമുക്ക് അടുത്തു വരാം. യഹോവ എൻ്റെ ബലവും എൻ്റെ രക്ഷയും എൻ്റെ ജീവനുമാകുന്നുവെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ധൈര്യത്തോട് പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് അവനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എന്റെ ബലവും ജീവനുമാകുന്നു, യഹോവ എന്റെ വെളിച്ചം രക്ഷയുമാകുന്നു. യഹോവ എന്റെ ബലവും ജീവനുമാകുന്നു, യഹോവ എന്റെ വെളിച്ചം രക്ഷയുമാകുന്നു. ആമയം നീക്കിയെന്നിൽ ശക്തി പകർന്നതിനാ, ആത്മശക്തി പകർന്നു ശത്രുവെ ജയിപ്പതിനാ. ആമയം നീക്കിയെന്നിൽ ശക്തി പകർന്നതിനാ, ആത്മശക്തി പകർന്നു ശത്രുവെ ജയിപ്പതിനാ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ ദൈവമേ, സർവത്തിന്റെ ഉടയവനേ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ ദൈവമേ, സർവത്തിന്റെ ഉടയവനേ. വാക്കുമാറാത്ത പരിശുദ്ധനേ, നിന്നെ ഞങ്ങൾ വണങ്ങിടുന്നു. വാക്കുമാറാത്ത പരിശുദ്ധനേ, നിന്നെ ഞങ്ങൾ വണങ്ങിടുന്നു. യഹോവ എന്റെ ബലവും ജീവനുമാകുന്നു, യഹോവ എന്റെ വെളിച്ചം രക്ഷയുമാകുന്നു. ചേർക്കുവാൻ വാനമേഘങ്ങളിൽ വന്നിടുമെന്നരുളിയോനേ. ശുദ്ധരെ ചേർക്കുവാൻ വാനമേഘങ്ങളിൽ വന്നിടുമെന്നരുളിയോനേ. വാക്കുമാറാത്ത സർവശക്തനേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വാക്കുമാറാത്ത സർവശക്തനേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യഹോവ എന്റെ ബലവും ജീവനുമാകുന്നു, യഹോവ എന്റെ വെളിച്ചം രക്ഷയുമാകുന്നു. യഹോവ എന്റെ ബലവും ജീവനുമാകുന്നു, യഹോവ എന്റെ വെളിച്ചം രക്ഷയുമാകുന്നു.
ജയിപ്പതിനാ ആമയം നീക്കിയെന്നിൽ ശക്തി പകർന്നതിനാ ആത്മശക്തി പകർന്നു ശത്രുവെ ജയിപ്പതിനാ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിന് ചുറ്റും നമുക്ക് കൂടാൻ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ദൈവവചന കേൾവി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിന് പൊതുവെയും പ്രയോജനകരവും അനുഗ്രഹവും ആയിത്തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകത്തിൽ കാണുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഹബക്കൂക്ക് പ്രവചനം. 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് ഹബക്കൂക്കിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മനസ്സിലാക്കുമ്പോൾ എസ്കേലിൻ്റെയും യിരെമ്യാവിൻ്റെയും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ പുസ്തകത്തിലാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം നാം കണ്ടെത്തുന്നു. 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് പുതിയ നിയമ എഴുത്തുകാർ ആവർത്തിച്ചുപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ വലിപ്പം നമ്മെ മനസ്സിലാക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിലും ഗലാത്യ ലേഖനം 3:11 എബ്രായർ 10-ാമത്തെ അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിലും ഹബക്കൂക്കിലെ ഈ പ്രവചന വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ വന്നത് ഹബക്കൂക്ക് പ്രവാചകൻ്റെ ഒരു നിരാശയുടെയും ഹൃദയത്തിൽ ഉണ്ടായ ഒരു ചിന്താക്കുഴപ്പത്തിൻ്റെയും വെളിച്ചത്തിലാണ് എന്നുള്ളത് ഈ പ്രവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ പ്രവചനത്തിൻ്റെ ആദ്യ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംശയം, നിരാശ എല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ തോമസ് അപ്പസ്തോലൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തോമസ് അപ്പസ്തോലനെ പോലെ വിശ്വാസത്തിൽ സംശയമുളവായ ഒരു വ്യക്തിയാണ് ഹബക്കൂക്ക് പ്രവാചകൻ. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നാമും ഇത് അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം വാഴുന്നുവെങ്കിൽ, ദൈവം ജീവിക്കുന്നുവെങ്കിൽ എന്ന് തന്നെ ചിന്തിക്കാം. ഇങ്ങനെ ദുഷ്ടത പെരുകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അതിന് ഉത്തരം കണ്ടെത്താനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഇതിൽ കൂടെ തൻ്റെ വിശ്വാസം ഉറയ്ക്കുന്നതിനും ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. അതിൻ്റെ അവസാന വാക്കുകൾ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്തുതിയുടെയും വാക്കുകളാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കരച്ചിലിൽ ആരംഭിക്കുന്നു. യഹോവയെ എത്രത്തോളം എന്ന് പറഞ്ഞ് നിലവിളിച്ചാണ് തുടങ്ങുന്നത്. എന്നാൽ ഈ പ്രവചന വാക്കുകൾ അവസാനിക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്കുകൾ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ പ്രവചനം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവചന പുസ്തകത്തിലേക്ക് നാം ഈ ദിവസങ്ങളിൽ എത്തി നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിൽ ദൈവം ഉണ്ട് എന്നുള്ളതും അവൻ വിശ്വസ്തനാണ് എന്നുള്ളതും അവൻ സർവാധിപതിയാണ് എന്നുള്ളതും നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളിൽ കൂടെ കടന്നു പോകുവാനും അതിൽ കൂടെ വിജയാളികളായി പുറത്തു വരുവാനും കർത്താവ് നമ്മെ സഹായിക്കും. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ 3 തരത്തിൽ പ്രതികരിക്കുന്നവരുണ്ട്. ചിലർ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നു, ദേ റൺ അവേ ഫ്രം ഗോഡ്. ചിലർ വേറെ രീതിയിലാണ്, ദൈവത്തോട് മത്സരിക്കുന്നു, ദേ റിബൽ അഗൻസ്റ്റ് ഗോഡ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തിലേക്ക് ഓടിപ്പോകുന്നു. ഹി റൺസ് ടു ഗോഡ്. എനിക്ക് തോന്നുന്നു
നമുക്ക് വേണ്ടതായിട്ടുള്ള ദൂത് അതാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിരാശയുടെയും സംശയങ്ങളുടെയും ചിന്താക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ഓടിച്ചെല്ലുക. അവിടെ നമുക്ക് ഇതിൽ കൂടെ കടന്നു പോകാനുള്ള കൃപ നമുക്ക് ലഭിക്കും. അതിന് ഈ ചിന്തകൾ ദൈവം എടുത്തുപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ മാത്രം വായിക്കുന്നു. അതിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ വളരെയധികം മഥിച്ച വിഷയങ്ങളും അതിൽ അദ്ദേഹം എടുത്ത ഒരു പ്രതികരണവും നമുക്ക് കാണാനായിട്ട് കഴിയും. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകൻ: യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്, കലഹം നടക്കുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെടുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെടുന്നു. 12-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്: എൻ്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ എൻ്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹം വിലപിച്ചാരംഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് തനിക്ക് സംശയം? തൻ്റെ ജീവിതത്തിലൊരു ഫ്രസ്ട്രേഷൻ, ആ വാക്കാണ് ഏറ്റവും അധികം ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. തൻ്റെ ജീവിതത്തിൽ നിരാശ വന്നതിൻ്റെ കാരണം ഒന്നാമതായി നാം നോക്കുകയാണെങ്കിൽ, നീതികേട് ചുറ്റുപാടും നടക്കുന്നത് കാണുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വലിയ ഭാരം സൃഷ്ടിക്കുകയാണ്. ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തന് അഭക്തിയും അശുദ്ധിയും നീതികേടും ദുഷ്ടതയും ചുറ്റുപാടും പെരുകുന്നത് കാണുമ്പോൾ അസ്വസ്ഥനാകും എന്നുള്ളതിന് സംശയമില്ല. അവനെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം, എന്തുകൊണ്ട് ഇതൊക്കെ വർദ്ധിക്കുന്നു? സാഹസം, പീഡനം, അനീതി, കവർച്ച, ശണ്ഠ, ഇത് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ന്യായം അയഞ്ഞിരിക്കുന്നു, നീതി നടക്കുന്നില്ലല്ലോ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചുറ്റുപാടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നീതി എവിടെ എന്നുള്ളൊരു ചിന്ത വന്നാൽ അതിനകത്ത് അതിശയിക്കേണ്ടതില്ല. 4-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നില്ല. അപ്പോൾ ചുറ്റുപാടും നടക്കുന്ന ദുഷ്ടത തൻ്റെ ജീവിതത്തെ വളരെയധികം നിരാശപ്പെടുത്തി ചിന്താക്കുഴപ്പത്തിലാക്കി. 2, തൻ്റെ നിസ്സഹായ അവസ്ഥ, നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം തന്നെ ചിത്രീകരിക്കുകയാണെന്ന് തോന്നുന്നു. ലോർഡ്, ഐ കനോട്ട് ഡൂ എനിത്തിങ്. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഐ എം ഹെൽപ്ലെസ്. എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. സമൂഹം തകർന്നുകൊണ്ടിരിക്കുന്നു, ദോഷം വർദ്ധിച്ചു വരുന്നു. ഇത് ഞാൻ ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്നു, നിസ്സഹായനായി കണ്ടുകൊണ്ടിരിക്കുന്നു. 3-ാമത് അദ്ദേഹത്തിന് ഭാരമായി വന്ന വിഷയം, അദ്ദേഹം നിലവിളിക്കുന്നു, എന്നാൽ മറുപടി കാണുന്നില്ലല്ലോ. എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. 2-ാമത്തെ വാക്യത്തിലാണ്. ഈ വിഷയം അനേക വിശ്വാസികളെ തളർത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അവർ പ്രാർത്ഥിക്കുന്ന വിഷയം പ്രധാനപ്പെട്ട വിഷയമാണ്. ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന് വളരെ ഗൗരവമായ വീക്ഷണമുണ്ട് എന്നുള്ളത് അവർക്കറിയാം. ദുഷ്ടത പെരുകുന്നത് ദൈവത്തിന് വളരെ ശ്രദ്ധേയമായൊരു വിഷയം തന്നെയാണ്. അത് തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഒരു ഭക്തൻ അറിയാം,
ദൈവത്തിന് ഇത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ഈ ഭക്തൻ പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു പദം അയ്യം വിളിച്ചിട്ടെന്നാണ്. സ്ക്രീമിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഭാരം കൊണ്ടങ്ങ് നിലവിളിച്ചു പോയതാണ്. എങ്കിലും മറുപടിയില്ല. നിരാശ വരത്തില്ലയോ? ഹൃദയത്തിൽ ചിന്താക്കുഴപ്പങ്ങൾ, കൺഫ്യൂസ്ഡ് ഇൻ ദ മൈൻഡ്, അത് നിമിത്തം സംശയവും തൻ്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടുകയില്ല എന്ന് നമുക്കറിയാം. ചിലപ്പോൾ ദൈവം നോ എന്ന് പറയും, ചിലപ്പോൾ കാത്തിരിക്കാനായി പറയും. ഇതൊക്കെ നമുക്കറിയാം. എങ്കിലും ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം വിളിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തിട്ട് മറുപടി ഇല്ലാതെ വരുമ്പോൾ ഹൃദയത്തിനകത്തൊരു ഭാരം, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വേറൊരു വശമുണ്ട് എന്നുള്ളത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിലും നാം നിൽക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കാനുള്ള ശക്തി നാം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. നാം പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ അയ്യം വിളിച്ച് പറയുകയാണ്. അതിന് മറുപടി ഇല്ല എങ്കിലും നാം ദൈവസന്നിധിയിൽ ആ വിഷയത്തിന് വേണ്ടി കഴിക്കുന്ന സമയങ്ങളിൽ ഉയരത്തിലുള്ള ശക്തി നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഗോഡ് വിൽ ഗിവ് us strength when we pray. ഹബക്കൂക്കിന് ഒരുപക്ഷെ ഇതൊക്കെ അറിയാമെങ്കിലും പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തതിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭാരപ്പെടുന്നതായി നാം കാണും. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം മറുപടി തരും എന്നുള്ളത് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു മാറ്റമില്ലാത്ത സത്യം ആകുന്നു. ഭർത്തിമായി വഴിയരികിൽ നിന്ന് നിലവിളിച്ചു എന്നാണ് പറയുന്നത്. അവനോട് നിലവിളിക്കരുത് എന്ന് ചുറ്റുപാടുള്ളവർ പറഞ്ഞിട്ടും അവൻ നിലവിളിച്ചു. എന്നാൽ ആ നിലവിളിയുടെ മുമ്പിൽ യേശു തമ്പുരാൻ നിന്നു. അപ്പോൾ പ്രാർത്ഥനാ ദൈവം കേൾക്കും, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ ചില സമയങ്ങളിൽ കാത്തിരിക്കേണ്ടതായി വരും. ഹബക്കൂക്കിനെ പോലെ നമുക്കും സംശയവും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭാരവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാലാമത് അദ്ദേഹത്തെ വളരെ ഭാരപ്പെടുത്തിയ വിഷയം തൻ്റെ വിശ്വാസത്തോട് ബന്ധപ്പെടാത്ത സാഹചര്യം. അതൊന്ന് വിശദീകരിക്കട്ടെ. നീതികേട് വന്നാൽ അതിൻ്റെ മേൽ ന്യായവിധി വരണം. ദോഷം പ്രവർത്തിക്കുന്നവന് ശിക്ഷയുണ്ടാകണം. എന്നാൽ ദോഷം പ്രവർത്തിക്കുന്നവൻ അഭിവൃദ്ധിപ്പെടുമ്പോൾ വിശ്വസിക്കുന്ന വിശ്വാസവും ലോകത്തിൽ കാണുന്നതും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അപ്പോൾ ഹൃദയത്തിനകത്ത് വളരെയധികം സംശയമുണ്ടാകുന്നു. ക്യാൻ ഗോഡ് അലൗ ദ വിക്കറ്റ് ടു പ്രോസ്പർ ആൻഡ് ഡോമിനേറ്റ്? ദുഷ്ടന് പ്രബലപ്പെടാനും അവൻ മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്താനും ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നു, 13-ാമത്തെ വാക്യത്തിലാണ്. അതിനുശേഷം അദ്ദേഹം പറയാന്ന് വളരെ ലോജിക്കലായിട്ടാണ് പറയുന്നത്. ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ ദൈവമേ നീ മിണ്ടാതിരിക്കുന്നത് എന്താ? ദുഷ്ടൻ ഒരു ദുഷ്ടനെ വിഴുങ്ങിക്കളഞ്ഞാൽ മനസ്സിലാക്കാം. ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങിക്കളയുമ്പോൾ ദൈവമേ നീ അനങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിന് ചില സമയങ്ങളിൽ പറയുന്ന ഉപദേശം നമുക്കും തോന്നും അത് സത്യമല്ലേ. നേര് പ്രവർത്തിക്കുന്നവന് അഭിവൃദ്ധി വരണമല്ലോ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് അനുഗ്രഹം വരണമല്ലോ. അപ്പോൾ ഏലിഫസും സോഫറും ബിൽദാദും പറഞ്ഞ അങ്ങനെയുള്ള വാക്കുകളാണ്. ഒറ്റ വായനയിൽ അങ്ങനെയല്ലേ എന്ന് തോന്നും. ഇത് തന്നെ നിശ്ചയമായും ഹബക്കൂക്കിൻ്റെ ഉള്ളിൽ കൂടെയും പോയി. അപ്പോൾ പല രീതിയിലുള്ള ഭാരം തൻ്റെ ഹൃദയത്തെ ചഞ്ചലപ്പെടുത്തുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. ചുറ്റുപാടും ദോഷം വർദ്ധിച്ചു വരുന്നു, അത് തന്നെ ഭാരപ്പെടുത്തി. 2,
ഈ സാഹചര്യത്തിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. 3, താൻ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയും കാണുന്നില്ല. 4, തൻ്റെ വിശ്വാസത്തോട് യോജിക്കാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ താൻ നിരാശനാകുന്നു, ഹൃദയത്തിൽ ഭാരമുള്ളവനാകുന്നു. അതുകൊണ്ടാണ് അയ്യം വിളിച്ചു പോയത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ നാം പ്രതികരിക്കണമെന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ആലോചന ലഭിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനായ മാർട്ടിൻ ലോയ്ഡ് ജോൺസ് ഇതിനെക്കുറിച്ച് ഇപ്രകാരം ഒരു ഉപദേശം നൽകി. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വളരെ ചിന്താക്കുഴപ്പത്തിൽ കൂടെ നാം പോകുമ്പോൾ ഒന്നാമത് സ്റ്റോപ്പ് ആൻഡ് തിങ്ക്. നാം അല്പം നിന്ന് അല്ലെങ്കിൽ വിശ്രമിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ആഴമായി ചിന്തിക്കണം. 2, ഈ സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉറച്ചൊന്ന് ഏറ്റു പറയണം. കൺഫെസ് യുവർ ഫെയ്ത്ത്. 3, ആ ഉറച്ചു പറഞ്ഞ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കാനായി ശ്രമിക്കണം, അപ്ലൈ ചെയ്യണം. 4, ദൈവത്തിൽ വിശ്രമിക്കണം. ഇത് പ്രായോഗിക തലത്തിൽ ഹബക്കൂക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യം പറഞ്ഞ ആ പടി പാലിക്കാൻ നമുക്കൊരല്പം പ്രയാസമുണ്ട്. നമ്മുടെ ജീവിതം ഒരു വിധത്തിൽ പറഞ്ഞാൽ പരവേശത്തിലാകുന്ന സമയമാണ്. ചുറ്റുപാടുമൊക്കെ അകൃത്യം വർദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിലും അനീതിയൊക്കെ കാണേണ്ടതായും അനുഭവിക്കേണ്ടതായും വരുമ്പോൾ നമ്മൾ റെസ്റ്റ്ലെസ് ആകും, അസ്വസ്ഥരാകും. പിന്നെ നിന്ന് ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രയാസമാണ്. സാധാരണഗതിയിൽ നമ്മുടെ പ്രവണത അങ്ങനെയുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാനും അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് നമ്മുടെ നാവിൽ കൂടെ പറയാനും, വി വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്, വി ഡോണ്ട് വോണ്ട് ടു കീപ് ക്വയറ്റ്. ഇങ്ങനെയുള്ള സമയത്ത് ഞാനും നിങ്ങളും വാസ്തവത്തിൽ സ്വസ്ഥരാകേണ്ട ആവശ്യം ഉണ്ട്. ട്രബിൾസ് ആൻഡ് ട്രയൽസ് ക്യാൻ മേക്ക് അസ് റിയാക്ട്. അങ്ങനെയുള്ള ഒരു പ്രതികരണം വരരുത് എന്നുള്ളതാണ്. ഈ യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ നമുക്കത് ജീവിത മേഖലയിൽ അപ്ലൈ ചെയ്യണം. എങ്കിലും ഈ മേഖലയിൽ നമ്മുടെ ജീവിതത്തിൽ തിക്തമായ അനുഭവം വരുമ്പോൾ പെട്ടെന്ന് അതിനെ പ്രതികരിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് നമ്മുടെ പ്രവണത. സ്റ്റോപ്പ് ചെയ്ത് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് ചില സമയം മിണ്ടാതിരിക്കാൻ നമുക്ക് കൃപയുണ്ടാകണം. ഈ 73-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, ദൈവമേ, ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിലൊക്കെ കഴുകി, എന്നാൽ നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെ അങ്ങ് അഭിവൃദ്ധിപ്പെടുക. എന്തെല്ലാം ദൈവത്തോട് പറഞ്ഞെന്നറിയാം. എന്നാൽ അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവസാനം ഒടുക്കത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നു എന്ന് പറഞ്ഞ് തൻ്റെ ആലോചന പിന്നീട് പറയുന്നുണ്ട്. ആ പിന്നീട് പറഞ്ഞിട്ടുള്ള ആലോചനകളെല്ലാം ദൈവിക ആലോചനകളാണ്. അപ്പോൾ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഭാരം വരുമ്പോൾ ചുറ്റുപാടും ദുഷ്ടത വരികയും ദുഷ്ടന്മാർ പ്രബലപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ വാക്യങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും പറയത്തില്ലായിരുന്നു. എന്നാൽ ആസാഫ് നമ്മെപ്പോലെ ബലഹീനനായ ഒരു മനുഷ്യനാണ്. ഞാനും നിങ്ങളുമൊക്കെ പറഞ്ഞു പോകും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്റ്റോപ്പ് ആൻഡ് തിങ്ക്. അല്പം കാത്തിരുന്ന് ചിന്തിക്കുക. 46-ാം സങ്കീർത്തനം ജീവിത കഷ്ടങ്ങളെ വർണ്ണിക്കുന്നൊരു സങ്കീർത്തനമാണ്. കഷ്ടങ്ങളിൽ എന്നാണ് അദ്ദേഹം, ദൈവം തുണയായി വരുന്നു എന്ന് പറയാൻ കഷ്ടങ്ങളിൽ നിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, പർവ്വതം നീങ്ങി അത് സമുദ്രമധ്യേ വീണ് അത് നിമിത്തം സമുദ്രത്തിലെ വെള്ളം കലങ്ങി മറിഞ്ഞാലും. വളരെ പ്രയാസകരമായൊരു സാഹചര്യമാണല്ലോ.
അതിനോട് ചേർത്ത് അദ്ദേഹം പറയുക, ഇങ്ങനെയുള്ള സമയത്ത് ബി സ്റ്റിൽ ആൻഡ് നോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിവേൻ. ഞാൻ പറഞ്ഞ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ആ സമയത്ത് മിണ്ടാതിരുന്ന ദൈവം എന്നറിയാൻ അല്പം പ്രയാസമല്ലേ? പക്ഷേ ആധ്യാത്മിക ജീവിതത്തിലെ പക്വത, മെച്യൂരിറ്റി എന്ന് പറയുന്ന അവിടെയാണ് വെളിപ്പെടുന്നത്. മിണ്ടാതിരുന്ന് ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അന്താളിച്ചു പോകും. പുറകിലൊരു സൈന്യം, മുമ്പിൽ കടക്കാൻ പാടില്ലാത്ത വിധത്തിൽ ചെങ്കടൽ. എന്നാൽ ഓർക്കണം, ആ സമയത്ത് മോശയ്ക്ക് ലഭിച്ച ദൂത് എന്താണെന്നറിയാമോ? സ്റ്റാൻഡ് സ്റ്റിൽ, നിന്ന്, ഉറപ്പോടെ നിന്ന് ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണണം. ദൈവം പ്രവർത്തിക്കും. സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു. അതുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ ആ പടിയിലേക്ക് നീങ്ങുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. ചിന്തിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ വിശ്വാസം ഒന്ന് ഏറ്റുപറയാനായി ശ്രമിക്കുന്നത്. ഹബക്കൂക്ക് തൻ്റെ വിശ്വാസം ഒന്നുകൂടൊന്ന് ഏറ്റുപറയുന്നത് പോലെ ഈ 12-ാമത്തെ വാക്യത്തിൽ തോന്നുന്നു. ഈസ് സ്റ്റേറ്റിംഗ് ഹിസ് ഫെയ്ത്ത് വൺസ് അഗെയിൻ. ഒരു വിധത്തിൽ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മുടെ വിശ്വാസം ഒന്ന് നമ്മോട് തന്നെ ഒന്ന് പറയുന്നത് നല്ലതാണ്. 116-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്തുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിട്ടിരിക്കുക. ആരോടും പറയുന്നതല്ല, തന്നോട് തന്നെ പറയുകയാണ്, മനമേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നീ സ്വസ്ഥമായിട്ടിരിക്കുക, കാരണം യഹോവ നിനക്ക് വലിയ ചെയ്തിരിക്കുന്നു. സ്പീക്കിംഗ് ടു വൺ സെൽഫ്. ഹബക്കൂക്ക് അതുപോലെ തന്നെ തന്നോട് തന്നെ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. വളരെയധികം ചിന്താക്കുഴപ്പം വന്നപ്പോൾ വെൻ ഹീസ് കൺഫ്യൂസ് ഹീസ് സ്പീക്കിംഗ് ടു ഹിംസെൽഫ്, സ്റ്റേറ്റിംഗ് ദ ഫെയ്ത്ത് അഗെയിൻ. ദൈവത്തിലുള്ള ആശ്രയവും തൻ്റെ വിശ്വാസ പ്രമാണവും ഒന്നുകൂടൊന്ന് ഏറ്റുപറയുന്നു. 2-ാം ലോകമഹായുദ്ധകാലത്ത് ആരോ ഒരാൾ കൊളോണിലുള്ള ഏതോ ഒരു ഭിത്തിയിൽ ഇപ്രകാരം എഴുതി വച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്രകാരം എഴുതി വച്ചു, ഐ ബിലീവ് ഇൻ ദ സൺ ഈവൻ വെൻ ഇറ്റ് ഈസ് ഹിഡൻ. സൂര്യനെ കാണാത്തപ്പോഴും ഞാൻ സൂര്യനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ലവ് ഈവൻ വെൻ ഐ ഡു നോട്ട് ഫീൽ ഇറ്റ്. സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിയാത്ത സമയത്തും സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 3-ാമത് അതിൻ്റെ കീഴിൽ അദ്ദേഹം എഴുതി, ഐ ബിലീവ് ഇൻ ഗോഡ് ഈവൻ വെൻ ഹീ ഈസ് സൈലൻറ്റ്. ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം അതേ വാക്കുകളാണ് ഹബക്കൂക്കിൽ നിന്നുണ്ടാകുന്നത്. 12-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എൻ്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ഒന്നാമത് അദ്ദേഹം പറയുകയാണ്, ദൈവമേ, പുരാതനമേ ഉള്ളവനാണ് നീ. യു ആർ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. ഞാൻ ഇന്നലെ വന്നവനും ഇന്ന് ജീവിക്കുന്നവനുമാണ്, നാളെ പോകുന്നവനുമാണ്. ഇപ്പോൾ ഞാൻ ചുറ്റുപാടും കാണുന്നതൊക്കെയും ഇപ്പോൾ കാണുന്നതും അല്പം കഴിയുമ്പോൾ മറഞ്ഞു പോകുന്നതുമാണ്. എന്നാൽ ദൈവമേ, അങ്ങ് എന്നും എന്നേക്കുമുള്ളവനാണ്. അതുകൊണ്ടാണല്ലോ ആവർത്തന പുസ്തകം 33-ന്റെ 27-ാമത്തെ വാക്യത്തിൽ മോശെ ഇപ്രകാരം പറഞ്ഞു, പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജം ഉണ്ട്. സകലത്തിനു മുമ്പേ അവനുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഹബക്കൂക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് മുമ്പ് ദൈവം ഉണ്ടായിരുന്നു. അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിലും ദൈവമുണ്ട്. ഈ പ്രതിസന്ധിക്ക് ശേഷവും ദൈവമുണ്ട്.
ദൈവം എന്നും എന്നേക്കും ഉള്ളവനാകുന്നു എന്നുള്ളതാണ്. യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് അന്നുണ്ടായിരുന്ന ഭക്തന്മാരെ ചിന്താക്കുഴപ്പത്തിലാക്കി. യോഹന്നാൻ 8:58 പറഞ്ഞു, അബ്രഹാം ഉണ്ടായിരുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. ബിഫോർ ഏബ്രഹാം വാസ് ഐ ആം. നോർമലായി ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമായി തോന്നും. എന്നാൽ കർത്താവ് എന്നുമെന്നേക്കുമുള്ളവനാണെന്ന് അറിഞ്ഞിരിക്കുന്നവർക്ക്, അവൻ ദൈവമാണെന്ന് അറിഞ്ഞിരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അബ്രഹാം പിതാവ് ഉണ്ടാകുന്നതിന് മുമ്പേ, സകലത്തിന് മുമ്പേ അവനുണ്ടായിരുന്നു. ഇന്ന് കാണുന്നതെല്ലാം മാഞ്ഞു പോയാലും അതിന് ശേഷവും ദൈവമുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം ദൈവം പറഞ്ഞു, എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഒരു ദൈവം ഉണ്ടാകുകയില്ല. അനാദിയായും ശാശ്വതമായും വാഴുന്നവനായ ഒരു ദൈവം, ഗോഡ് ഈസ് ദെയർ ഓൾ ദി ടൈം. എത്രമാത്രം നമ്മുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തണം. രണ്ടാമത് ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, എൻ്റെ പരിശുദ്ധനല്ലയോ, 12-ാമത്തെ വാക്യത്തിൽ, പുരാതനായ ദൈവമാണ് നീ, പക്ഷെ നീ എൻ്റെ പരിശുദ്ധനാണ്. ലോർഡ്, യു ആർ ഹോളി. ദൈവത്തെ പലപ്പോഴും നാം മനസ്സിലാക്കുന്ന ഒരു ശക്തനായ ദൈവം, പരിപാലിക്കാൻ കഴിയുന്നവൻ, നടത്താൻ കഴിയുന്നവൻ, സൂക്ഷിപ്പാൻ കഴിയുന്നവൻ, സൗഖ്യമാക്കാൻ കഴിയുന്നവൻ. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് തരുമ്പോഴൊക്കെ ശക്തമായി നമ്മെ ഉപദേശിക്കുന്നൊരു സത്യമുണ്ട്, ഗോഡ് ഈസ് ഹോളി. പ്രത്യേകമായി അത് കിട്ടുന്ന ഏതാനും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. യെശയ്യാ പ്രവാചകൻ ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ സിംഹാസനത്തിന് ചുറ്റും ആരാധിക്കുന്ന കെരൂബുകൾ ഇപ്രകാരമാണ് ആരാധിച്ചു പറഞ്ഞത്, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരുടെ മുഖങ്ങളെ ചിറകുകൊണ്ട് മൂടി. അത്രമാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വണ്ണം അവരുടെ മുഖം മറച്ചുകൊണ്ട് പറയുകയാണ്, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പസ്തോലൻ സ്വർഗീയ ദർശനം കണ്ടു. അദ്ദേഹം അവിടെ കേട്ടത്, സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ സ്വർഗീയ സൈന്യം ദൈവത്തെ ആരാധിച്ചുകൊണ്ട്. ഗോഡ് ഈസ് ഹോളി. ദൈവത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും വിശുദ്ധമാണ്. വചനത്തെ നാം പറയുന്നത് വിശുദ്ധ വേദപുസ്തകം എന്നാണ്. ദൈവത്തിൻ്റെ ആലയം അന്ന് നിർമ്മിക്കപ്പെട്ടപ്പോൾ അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത് വിശുദ്ധ ആലയം എന്നാണ്. അപ്പോൾ ദൈവത്തോട് ബന്ധപ്പെടുന്നത് പോലും എല്ലാം വിശുദ്ധമാണ്. ഗോഡ് ഈസ് ഹോളി. മൂന്നാമത് ഹബക്കൂക്ക് തൻ്റെ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞപ്പോൾ പറഞ്ഞു, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു, പാറയായുള്ളവയെ ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ഇവിടെ ബാബേലിനെ ദൈവം ഉണർത്തി. ഇനിയും ദൈവജനത്തിൻ്റെ മേൽ അവർ അധികാരം നടത്തും, അവരെ ആക്രമിക്കുമെന്നൊക്കെ മുമ്പുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഉണർത്തപ്പെട്ട ബാബേലിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്, നീ അവനെ ഉണർത്തി. അപ്പോൾ ദൈവമാണ് ഉണർത്തുന്നത് എന്ന് മാത്രമല്ല, നീ അവനെ നിയോഗിക്കുന്നു. അപ്പോൾ ദൈവം നിയോഗിക്കുന്നു, ദൈവം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഗോഡ് ഈസ് സോവറിൻ. നിയോഗിച്ചത് ദൈവമാണ്, അവരെ ഉണർത്തിയത് ദൈവമാണ്, അവരെ അതിനുവേണ്ടി നിയമിച്ചതും ദൈവമാണ്. അതുകൊണ്ടാണ് നാം സാധാരണ പറയാറുള്ളതുപോലെ രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ ഇറക്കുകയും ചെയ്യുന്നവൻ. സമുദ്രത്തിൽ കൊടുങ്കാറ്റ് അടുപ്പിക്കുന്നവനും തിരമാലകളെ ഉയർത്തുന്നവനും തിരമാലകളെ ശാന്തമാക്കുന്നവനും ദൈവമാണ്. ഗോഡ് ഈസ് സോവറിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം
ഏറ്റുപറയുകയാണ്, ദൈവമേ നീ എന്നും എന്നേക്കുള്ളവനാ. 2, നീ വിശുദ്ധനാണ്. 3, നീ സർവാധികാരിയാണ്. എല്ലാം നിൻ്റെ കരത്തിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ആഴമുള്ള വിശ്വാസമാണ് ദൈവത്തെക്കുറിച്ച് എന്ന് മനസ്സിലാക്കണം. അവസാനമായി അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടെയുണ്ട്. അതും 12-ാമത്തെ വാക്യത്തിലാണ്. പാറയായുള്ളവേ, ദൈവത്തെ ഒരു പാറയോടങ്ങ് ഉപമിക്കുക. പാറയുടെ ഒരു പ്രത്യേകത മാറ്റമില്ലാത്തതെന്നാണ്. പാറ എന്ന് ചിത്രീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു നിർവചനം ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ളതാണ്. അപ്പോൾ ഹബക്കൂക്ക് പറയുകയാണ്, ദൈവമേ നീ വിശ്വസ്തനായി മാറ്റമില്ലാത്തവനാ. യു ആർ എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. അപ്പോൾ ചിന്താക്കുഴപ്പം വരുമ്പോൾ ദൈവത്തിങ്കലേക്ക് നോക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് ഓടിപ്പോവുകയല്ല, ദൈവത്തോട് മറുതലിക്കുകയല്ല. ഹീസ് റണ്ണിങ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്നുമെന്നേക്കുമുള്ള നിത്യനായ ദൈവം, ദ ഗ്രേറ്റ് ഐ ആം, ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ളവൻ. അതുമാത്രമല്ല, നീ പരിശുദ്ധനായ ദൈവമാകും, നീ മാറ്റമില്ലാത്തവനായ ദൈവമാകുന്നു, നീ സർവശക്തൻ ആയ ദൈവമാകും. എന്നാൽ അത് തൻ്റെ ജീവിതത്തിലേക്ക് ഈ വിശ്വാസം ഒന്ന് അപ്ലൈ ചെയ്യാൻ താൻ തീരുമാനിച്ചു. 12-ാമത്തെ വാക്യത്തിൽ ചില വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എൻ്റെ പരിശുദ്ധനല്ലോ. ഇപ്പോൾ ഇവിടെ വിശദീകരിക്കപ്പെട്ട ഈ വലിയവനായ ദൈവം, എന്നും എന്നേക്കുമുള്ളവൻ, വിശുദ്ധനായ ദൈവം, മാറ്റമില്ലാത്തവനായ ദൈവം, സർവശക്തനായ ദൈവം. ദൈവമേ, ചിന്താക്കുഴപ്പത്തിൽ കൂടെ പോകുന്ന എൻ്റെ ദൈവമാണ് നീ. അങ്ങ് എൻ്റെ ദൈവമാകും. ജീവിത പ്രശ്നങ്ങളിൽ ഞാനും നിങ്ങളും ഈ വഴിയെ ഒന്ന് സഞ്ചരിച്ചാൽ നമ്മുടെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന്, നമ്മുടെ വേദനയിൽ നിന്ന് സന്തോഷത്തിലേക്ക് കടക്കാൻ അധികം നേരം വേണ്ട. സാഹചര്യം മാറിയിട്ടല്ല, നമുക്കൊരു ദൈവമുണ്ട്. സോ ഹി കൺഫെസ്ഡ് ഹിസ് ഫെയ്ത്ത് ആൻഡ് ഹി അപ്ലൈഡ് ഇറ്റ് ടു ഹിംസെൽഫ്. നീ എൻ്റെ ദൈവമാകും, എൻ്റെ പാറയാകുന്നു, എൻ്റെ പരിശുദ്ധനാകുന്നു. അതൊന്ന് ജീവിതത്തിലേക്കൊന്ന് പ്രായോഗികമാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാം. 1, എന്നും എന്നേക്കുമുള്ള ദൈവമാണെങ്കിൽ എൻ്റെ പ്രതിസന്ധികൾ എന്നെ ഇപ്പോൾ വലയ്ക്കുന്നെങ്കിലും അതിന് ശേഷം ദൈവമുണ്ടല്ലോ. ഞാൻ അതിനൊരു വ്യാഖ്യാനം നൽകട്ടെ. എൻ്റെ പ്രശ്നങ്ങളല്ല എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം കുറിക്കാൻ പോകുന്നത്. എൻ്റെ പ്രതിസന്ധിയല്ല എൻ്റെ ജീവചരിത്രത്തിന് അവസാനം കുറിക്കാൻ പോകുന്നത്. എൻ്റെ അവസാനം എല്ലാം കുറിക്കാൻ പോകുന്നത് എൻ്റെ ദൈവമാണ്. God is going to complete my history because He is going to be evermore. 73-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവമേ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കും. അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ നടത്തുന്നു, കാരണം നീ എൻ്റെ വലം കൈക്ക് പിടിച്ച് ഇപ്പോൾ നടത്തുന്നു. എന്നാൽ ഒടുക്കത്തിൽ നീ എന്നെ നിത്യതയിലേക്ക് നയിക്കും. ഇപ്പോൾ നീ എൻ്റെ കരം പിടിച്ചിരിക്കുന്നു, പിന്നത്തേതിലോ നീ എന്നെ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളും. അപ്പോൾ ദൈവം എന്നും എന്നേക്കുമുള്ളവനായതുകൊണ്ട്, ദൈവം എന്നും എന്നേക്കുമുള്ളവനായതുകൊണ്ട് എൻ്റെ ജീവിതത്തിനൊരു പിന്നത്തേതിൽ എന്നൊരനുഭവമുണ്ട്. ആഫ്റ്റർവേർഡ്സ്. പ്രശ്നമോ എൻ്റെ പ്രതിയോഗിയോ അല്ല എൻ്റെ ജീവിതത്തിന് അവസാനത്തെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഇറ്റ് ഈസ് ഗോഡ്. അപ്പോൾ ഹബക്കൂക്ക് ഒരല്പം ആശ്വാസം കണ്ടെത്തി കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. 2, ദൈവം പരിശുദ്ധനാണെങ്കിൽ അവനിൽ ഒട്ടും അനീതി ഇല്ലല്ലോ, എനിക്ക് ദോഷമായി അവനൊന്നും ചെയ്യത്തില്ലല്ലോ. ബിക്കോസ് ഗോഡ് ഈസ് ഹോളി.
ഇന്ന് എനിക്ക് പ്രയാസമൊക്കെ നേരിടുന്നെങ്കിലും ദൈവം പരിശുദ്ധനായതുകൊണ്ട് എനിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കുകയില്ലല്ലോ. ബിക്കോസ് ഗോഡ് ഈസ് ഹോളി. അവനിൽ നിന്ന് അനീതി എനിക്ക് വന്ന് ഭവിക്കാൻ സാധ്യതയേയില്ല. എത്രമാത്രം നമ്മുടെ ജീവിതത്തെ അത് ധന്യമാക്കും. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കിയാൽ, ദൈവം വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കി നമുക്ക് നിശ്ചയമായും ഉറയ്ക്കാം. കാരണം ദൈവം മാറ്റമില്ലാത്തവനാണെങ്കിൽ അവൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല, അവൻ്റെ കരുണയ്ക്ക് മാറ്റമില്ല, അവൻ്റെ നീതിക്ക് മാറ്റമില്ല. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി ആക്കി തീർക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഗോഡ് ഈസ് ഗോയിങ് ടു ബി ഫെയ്ത്ത്ഫുൾ. പാറയായുള്ളവൻ ഭൂലോകം മുഴുവൻ കുലുങ്ങിയാലും കുലുങ്ങാതെ നിൽക്കുന്നതാണ് എൻ്റെ ദൈവം. കുലുങ്ങാതെ നിൽക്കുന്നവനാണ് എൻ്റെ ദൈവം. ആൻഡ് ഐ വിൽ സ്റ്റാൻഡ് ഓൺ ഇറ്റ്. ചുറ്റുപാടും കുലുങ്ങുമ്പോൾ നിൽക്കാനൊരു സ്ഥലം അന്വേഷിക്കുന്നത് നല്ലതല്ലേ? ഉറപ്പുള്ള സ്ഥലം. ആ സോളിഡ് റോക്ക് നമ്മുടെ കർത്താവാണ്. അതുമാത്രമല്ല, ഗോഡ് ഈസ് സോവറിൻ. ദൈവം പലരെ ഇപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ബാബിലോണ്യരെ എടുത്ത് ഉപയോഗിച്ചെന്ന് വരാം, മറ്റ് ശത്രുക്കളെ ഉപയോഗിച്ചു എന്ന് വരാം. ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ, ഒരു നല്ല പണിക്കാരൻ വിവിധമായിട്ടുള്ള ആയുധങ്ങൾ എടുത്ത് തൻ്റെ ഒരു കൗശല പണി ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് പോലെ ദൈവം എൻ്റെ ജീവിതത്തെ പണിയാനും എൻ്റെ ജീവിതത്തിന് അർത്ഥം വരുത്തുവാനും പല രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു, പലരെ ഉപയോഗിച്ചെന്ന് വരാം. എല്ലാം ദൈവത്തിൻ്റെ കരത്തിലാണെന്നുള്ളത് എനിക്ക് ആശ്വാസം തരുന്നു. അതുകൊണ്ട് ഇവിടെ ഹബക്കൂക്ക് പറയുകയാണ്, ഗോഡ് ഈസ് സോവറിൻ, ഹി കൺട്രോൾസ്. ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻ്റെ ഹിതമാണ്. അതെല്ലാം എൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. അപ്പോൾ ഹബക്കൂക്കിൻ്റെ ജീവിതത്തിലെ ചിന്താക്കുഴപ്പത്തിൽ അദ്ദേഹം പെട്ടെന്ന് തൻ്റെ വിശ്വാസം ഒന്ന് ഏറ്റുപറഞ്ഞു. എന്നിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് അത് പ്രായോഗികമാക്കി. എൻ്റെ ദൈവം എന്നും എന്നേക്കുമുള്ളവൻ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം കുറിക്കുന്നവൻ അവനാണ്. ഹീ റൈറ്റ്സ് ദ ലാസ്റ്റ് സെൻറ്റൻസ് ഇൻ മൈ ലൈഫ്. പിന്നത്തേതിൽ എനിക്ക് അനുഗ്രഹം തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. 2, എൻ്റെ ദൈവം വിശുദ്ധനായതുകൊണ്ട് അവനിൽ നിന്ന് ദോഷമായ ഒന്നും എനിക്ക് വന്ന് ഭവിക്കുകയില്ല. 3, എൻ്റെ ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ട്, അവൻ വിശ്വസ്തനായതുകൊണ്ട് കലക്കങ്ങളുടെ നടുവിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. അവൻ സർവാധിപതി ആയതുകൊണ്ട് അവൻ എൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന എല്ലാ സാഹചര്യങ്ങളെയും തൻ്റെ നന്മയ്ക്കായും എൻ്റെ അനുഗ്രഹത്തിനായും ഉപയോഗിക്കാൻ അവന് കഴിയും. അതുകൊണ്ടാണ് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഇടയായത്. ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ കൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നെങ്കിൽ ഇന്ന് ഹബക്കൂക്കിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് ലഭിച്ച ദൂത് നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കട്ടെ. ഇതുപോലെയുള്ള ജീവിത അനുഭവങ്ങളിൽ കൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നതെങ്കിൽ ഇന്നത്തെ ദൂത് നമ്മെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ കൂട്ടത്തിൽ എല്ലാവരും പടക് മറിഞ്ഞപ്പോൾ വെള്ളത്തിൽ പോയപ്പോൾ ആ കൂട്ടത്തിൽ അതിലുണ്ടായിരുന്ന ഒരു ബാലനും വെള്ളത്തിൽ പോയി. എല്ലാവരെയും അവർക്ക് കിട്ടി, പക്ഷേ ഈ ബാലനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം വീണ്ടും തെരച്ചിൽ നടത്തി വരുമ്പോൾ ആ ചെറിയ ബാലൻ ആ തടാകത്തിൽ ഉണ്ടായിരുന്ന ഒരു പാറയിൽ
ഇരിക്കുന്നു, തണുത്ത് വിറച്ചിരിക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ രക്ഷാപ്രവർത്തകർ അവൻ്റെ അടുത്ത് ചെന്നു. അവനെ അവരുടെ പടകിലോട്ട് കയറ്റി. പോകുന്ന വഴി ചോദിച്ചു, കുഞ്ഞെ വലിയ തണുപ്പാ, വിറയ്ക്കുന്നല്ലോ, യു ആർ ഷേക്കിംഗ് ഓൾ ഓവർ. അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു, അയ്യോ തണുത്ത് വിറച്ചു പോയി രാത്രി, പക്ഷെ ഞാൻ ഇരുന്ന പാറയുണ്ടല്ലോ അല്പം പോലും വിറച്ചില്ല. ജീവിതത്തിൻ്റെ കാറ്റുകളിലും തണുപ്പിലും ചിലപ്പോൾ ഞാനും നിങ്ങളും വിറച്ചു പോയി എന്ന് വരാം. എന്നാൽ പുരാതനായ ദൈവം, വിശുദ്ധനായ ദൈവം, മാറ്റമില്ലാത്ത വിശ്വസ്തനായ ദൈവം, സർവാധികാരിയായ ദൈവം, അവൻ ഉറപ്പുള്ള പാറയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വിശ്രമിക്കുവാനും നമുക്ക് രക്ഷ നേടാനുമുള്ള ഏക മാർഗം അതാണ്. അങ്ങനെ ജീവിപ്പാൻ ഇന്നത്തെ ധ്യാനം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാചകം. ഹബക്കൂക്ക് പറഞ്ഞതുപോലെ എൻ്റെ ദൈവമെന്ന് പറയാനിടയാണ്. ആത്മീക സത്യങ്ങൾ അറിഞ്ഞാൽ പോരാ. പുരാതനായ ദൈവമെന്നും വിശ്വസ്തനായ ദൈവമെന്നും പരിശുദ്ധനായ ദൈവമെന്നും സർവശക്തനായ ദൈവമെന്നും നമുക്കൊരറിവ് കിട്ടിയതുകൊണ്ടല്ല, ആ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാനിടയായാൽ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെയൊക്കെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന അനേക കാര്യങ്ങൾ ഞങ്ങളുടെ കൺമുൻപിൽ നടക്കുന്നു. ദോഷം പെരുകിക്കൊണ്ടിരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിശ്വാസത്തോട് ചേരുന്ന കാര്യങ്ങളല്ല ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്നുള്ളത് ഞങ്ങളെ ഭാരപ്പെടുത്തുന്നു കർത്താവേ. ഇതിൻ്റെയൊക്കെ നടുവിൽ നിസ്സഹായരായി നിൽക്കുമ്പോൾ ഹൃദയം ഭാരപ്പെടുന്നതിൽ അതിശയമില്ലല്ലോ കർത്താവേ. ഞങ്ങൾ മനുഷ്യരാണല്ലോ. എന്നാൽ ഇങ്ങനെയുള്ള സമയത്തിൽ പാറയായ നിന്നിൽ ഞങ്ങളുടെ ജീവിതത്തെ ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം കർത്താവേ. ഇന്ന് ഈ വചനം കേട്ട ആരെങ്കിലും വളരെ ഭാരങ്ങളുടെ നടുവിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ വിശ്വാസം അവരുടെ ഉള്ളിൽ കൊടുത്ത് സ്വസ്ഥത അനുഭവിപ്പാൻ അങ്ങിടയാക്കണം. നീ അവരുടെ ദൈവമായി തീരണം. നീ അവരുടെ രക്ഷകനായി തീരണം. അതിന് കർത്താവെ നീ സഹായിക്കണം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.